കേരളത്തിൽ അധികാരം പിടിക്കണമെങ്കിൽ രണ്ട് ന്യൂനപക്ഷങ്ങളിൽ ഒരു ന്യൂനപക്ഷത്തിന്റെ പിന്തുണ ആവശ്യമാണെന്ന് കേന്ദ്ര BJP നേതൃത്വം സംസ്ഥാന നേതൃത്വത്തോട് പലതവണ ആവർത്തിക്കുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കണക്ക് പരിശോധിക്കുമ്പോൾ അങ്ങനെ ന്യൂനപക്ഷത്തിന്റെ വോട്ട് BJPക്ക് ലഭിച്ചിട്ടില്ല. എന്നിട്ടും കേന്ദ്ര നേതൃത്വം ഈ വോട്ട് നേടാനുള്ള തന്ത്രങ്ങൾ തുടരുകയാണ്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്നലെ ക്രൈസ്തവ അധ്യക്ഷന്മാരുമായി നരേന്ദ്രമോദി തന്നെ കൂടിക്കാഴ്ച നടത്തിയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ നിന്നുള്ള BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും അതോടൊപ്പം തന്നെ 2020 നേതാവായ സാബു M ജേക്കബും പങ്കെടുത്തിട്ടുണ്ട്. ഇതിൽ ഒരു കൃത്യമായ രാഷ്ട്രീയം ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാകുമല്ലോ. തീർച്ചയായിട്ടും BJP രാജ്യം ഭരിക്കുന്ന ഒരു ദേശീയ പാർട്ടിയാണ്. മൂന്നാമത്തെ തവണയാണ് കേന്ദ്രം ഭരിക്കുന്നത്. മറ്റ് പല സംസ്ഥാനങ്ങളിലും അവർ പോലും പ്രതീക്ഷിക്കാത്ത പല സംസ്ഥാനങ്ങളിലും പല പല സാഹചര്യങ്ങളിൽ ഭരണം കിട്ടിയിട്ടുണ്ട്. സാഹചര്യം ഏതായാലും ഭരണമാണ് അന്തിമമായി വിലയിരുത്തപ്പെടുന്നത്. അതിന് എടുക്കുന്ന മാർഗമൊന്നും ഇന്നത്തെ കാലത്ത് അതൊരു പ്രശ്നമേ അല്ല. കേരളത്തിൽ ഒരു ദീർഘകാലമായി ആഗ്രഹിച്ച അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. പക്ഷേ നിയമസഭയിൽ ആ അക്കൗണ്ട് നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയാതെ വന്നു. പകരം പാർലമെൻറ്റ് കിട്ടി. അത് മറ്റൊരു യാഥാർത്ഥ്യം. അപ്പോൾ എങ്ങനെയെങ്കിലും കേരളത്തിൽ പണ്ടുണ്ടായിരുന്ന ഇനിയിപ്പോൾ ഒന്ന് കിട്ടിയാൽ പോരാ, ഒന്ന് ആൾറെഡി നേരത്തെ ഉണ്ടായിരുന്നത്, ഒന്ന് രണ്ടെങ്കിലും ആക്കിയാൽ മാത്രമേ കേരളത്തിൽ BJPക്ക് നിയമസഭാ തലത്തിൽ വളർച്ച ഉണ്ടായി എന്ന് അവകാശപ്പെടാൻ കഴിയുകയുള്ളൂ. വോട്ട് പെർസെൻറ്റേജ് കൂടിയാലും ജനങ്ങളിൽ അത് പാർട്ടി ഫോറങ്ങളിൽ ചർച്ച ചെയ്യുമ്പോൾ നേരത്തേതിൽ നിന്നും നില മെച്ചപ്പെടുത്തി എന്ന് ആശ്വസിക്കാമെന്നല്ലാതെ ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾക്ക് കേരളത്തിൽ നല്ല പഴയതിനേക്കാൾ വളർച്ച ഉണ്ടായി എന്ന് ബോധിപ്പിക്കണമെങ്കിൽ ഒരു സീറ്റിന് പകരം ഈ വരുന്ന നിയമസഭയിൽ ഏറ്റവും കുറഞ്ഞത് 2 സീറ്റെങ്കിലും കിട്ടിയാൽ ജനം ഈ വളർച്ച അംഗീകരിക്കും. അപ്പോൾ അതിനുള്ള മാർഗങ്ങളാണ്. ഇപ്പോൾ സ്വാഭാവികമായും മറ്റ് സംസ്ഥാനങ്ങളിലൊന്നുമില്ലാത്ത ഒരു വലിയ വ്യത്യാസം നമ്മുടെ കേരളത്തിലുള്ളത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രമായിട്ടുള്ള ഭൂരിപക്ഷം ഇല്ല. ഇപ്പം ഹിന്ദുക്കൾ 54% എന്ന് പറയുമ്പോൾ അതിൽ സംവരണ വിഭാഗത്തിൽപ്പെട്ടവരും ദളിതും ബ്രാഹ്മണരും എല്ലാവരും കൂടെ ചേർന്നാണ് ഈ ശതമാനം വരുന്നത്. അപ്പം അതുകൊണ്ട് അവരെ മൊത്തം പേരെയും കൂടെ ഒന്നിപ്പിച്ച് നിർത്താനൊക്കെ എങ്ങനെ വിചാരിച്ചാലും അതൊന്നും വിജയിക്കുകയില്ല. എന്ന് മാത്രമല്ല, കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്തിൽ ആ ഒരു വികാരം കൊണ്ട് മാത്രം പറ്റില്ല. ആ ഒരു വികാരം പ്രയോജനപ്പെടും ചില സന്ദർഭങ്ങളിൽ, ചില പ്രദേശങ്ങളിൽ, ചില കാലഘട്ടങ്ങളിൽ പ്രയോജനപ്പെടുമെന്നല്ലാതെ ശാശ്വതമായിട്ട് അത് പറഞ്ഞിവിടെ വോട്ട് പിടിക്കാനൊക്കില്ല. അപ്പോൾ ബുദ്ധിപരമായും തന്ത്രപരമായും ഒക്കെ ചെയ്യാവുന്ന സംഗതികൾ ഇത്തരത്തിലുള്ള മതമേലധ്യക്ഷന്മാരിലൂടെ അവിടെ അവരുടെ സാന്നിധ്യം അറിയിക്കുക എന്നുള്ളത് കുറച്ച് നാളുകളായി തന്നെ നടക്കുന്നുണ്ടല്ലോ. ഡൽഹി കേന്ദ്രീകരിച്ച് അവിടുത്തെ പള്ളി സന്ദർശിക്കുന്നുണ്ട്, ക്രിസ്മസ് നാം കാണുന്നുണ്ട്, എല്ലാ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. പക്ഷെ ഇതൊരു വോട്ടായി മാറുന്നില്ലല്ലോ. അതെ, വോട്ടായി മാറുന്നതിന് ഈ പറഞ്ഞതുപോലെയാണ്. ഏതെങ്കിലും ഒരു സന്ദർശനം കൊണ്ടൊന്നും വിജയിക്കില്ല. അത് തുടർച്ചയായി ഇത്തരം സന്ദർശനങ്ങളും ആ സന്ദർശനത്തിനെ തുടർന്ന് എന്തെങ്കിലും ആ സഭയ്ക്കോ സമുദായത്തിനോ സമൂഹത്തിനോ പ്രയോജനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നെങ്കിൽ മാത്രമേ പറ്റൂ. അല്ലാതെ ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോകുന്ന വഴിക്ക് കയറി ഒരു എന്താ പറയുക, ഒരു സൗഹൃദ സന്ദർശനം പോലെ ഒരാളെ കണ്ടിട്ട് സുഖാണോ ഫോട്ടോ എന്നൊക്കെ പറഞ്ഞു പോയാൽ അതിനകത്ത് വലിയ പ്രാധാന്യമൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ വീണ് കിട്ടിയ ഒരു അവസരം, അത് വീണ് കിട്ടിയതാണോ വീഴ്ച നേടിയതാണോ എന്നുള്ളത് വേറെ വിഷയം. 2020 ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും വെല്ലുവിളിച്ചുകൊണ്ട് നല്ല നിലയിൽ കയറി വന്നവരാണ്. അവരെ ഇവിടുത്തെ CPM ആണ് ഈ സംസ്ഥാനത്ത് നിന്ന് വോട്ടിച്ചത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഏറ്റവും ഒടുവിൽ അവർ ചെയ്തിരിക്കുന്നത് BJPയുടെ ഘടകകക്ഷിയായി മാറിയിരിക്കുകയാണ്. അപ്പം സാബു എന്ന് പറയുന്ന ആ വ്യവസായി സഭകളുമായിട്ടുള്ള ബന്ധം, സാമ്പത്തിക ബന്ധം ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിലൂടെ സഭകളിലേക്കും കൂടി കയറാനുള്ള ഒരു നീക്കമാണ് ഈ നടത്തുന്നത്. ഇവിടെ തൃശ്ശൂരിൽ ശ്രീ സുരേഷ് ഗോപിയുടെ വിജയത്തിന് ഇതേ ഈ തന്ത്രം, ഇതേ പാറ്റേൺ, ഇതേ സോഷ്യൽ എഞ്ചിനീയറിങ് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. പിന്നെ കിരീടം വെച്ച് കൊടുക്കുന്നതും കേക്ക് മുറിക്കുന്നതും ഒക്കെ അതിൻ്റെ ഭാഗമാണ്. അപ്പം അത് കുറേയൊക്കെ ആളുകളിൽ സ്വാധീനം ചെലുത്തുമെന്നുള്ളതിൽ തർക്കമൊന്നുമില്ല. അത് ഇവിടെ നോക്കുകയാണ്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, മുസ്ലിം സമുദായത്തിൽ എന്തായാലും
അതിലെ ഒറ്റപ്പെട്ട നേതാക്കന്മാരാരെങ്കിലുമൊക്കെ സ്ഥാനങ്ങൾക്ക് വേണ്ടി പോകും എന്നുള്ള അല്ലാതെ മുസ്ലിം സമുദായത്തിന് BJP അവരുടെ ആ വോട്ട് ബാങ്കിലോട്ടൊന്നും BJPക്ക് കടക്കാൻ പറ്റില്ല. അപ്പം പിന്നെ ആകെ കേരളത്തിൽ നിന്ന് കിട്ടുന്ന ക്രിസ്ത്യൻസാണ്. കേരളത്തിലുള്ള ഏറ്റവും മറ്റൊരു വലിയ പ്രധാനപ്പെട്ട സംഗതി, അവർ 18% കേരളത്തിലെ ജനസംഖ്യയിൽ. അതിൽ തന്നെ ദളിത് ക്രിസ്ത്യനും സവർണ ക്രിസ്ത്യനും ഒക്കെ ഉണ്ടെങ്കിലും ക്രിസ്ത്യൻ എന്നുള്ള നിലയിൽ മൊത്തത്തിൽ 18% മുസ്ലിം സമുദായം 27%. ബാക്കി ഹിന്ദു എല്ലാം കൂടെ ചേരുമ്പോഴാണ് 54% വരുന്നത്. അപ്പോൾ ഈ 18% വരുന്ന ക്രിസ്ത്യൻ സമുദായം അതൊരു വലിയ ശതമാനമാണെന്ന് മാത്രമല്ല, ഈ മൊത്തത്തിൽ ഒരു സംസ്ഥാനത്തിൽ ഉള്ള ജനസംഖ്യയേക്കാൾ പ്രയോജനം ചെയ്യുന്നത് ചില നിയോജക മണ്ഡലത്തിലെ വോട്ടർമാരിൽ ഈ 18 എന്ന് പറയുന്നിടത്ത് അത് ചിലപ്പോൾ 40 തൃശ്ശൂരിൽ കണ്ടിട്ടുണ്ടല്ലോ വരും. ചില ജില്ലകളും ചില അസംബ്ലി മണ്ഡലങ്ങളും ചില പഞ്ചായത്തുകളും കേന്ദ്രീകരിച്ച് അത്തരം സ്ഥലങ്ങളിൽ ഇത് കുറച്ചുകൂടി പ്രയോജനപ്പെടും. അല്ലാതെ ഇപ്പം ഈക്വലായിട്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിലും കൂടെ വെതറിപ്പോയാൽ അതൊരു സംഘടിത ശക്തിയല്ല. ഇപ്പം മുസ്ലിം ലീഗിനെയും മുസ്ലിം സമുദായത്തെയും കുറിച്ചൊക്കെ ഈ പറഞ്ഞു വരുന്ന ഇതേ വിഷയമാണ്. അവരുടെ ജനസംഖ്യയിലെ വലിയൊരു ശതമാനവും മലപ്പുറത്താണ്. അതുകൊണ്ട് അവരൊറ്റയ്ക്ക് നിന്നാൽ പോലും അവിടെ ജയിക്കാവുന്ന ഒരു സാധ്യതയുണ്ട്, ഏത് മുന്നണിയിൽ അവർ നിന്നാലും. അത് ആ മുന്നണിയുടെ ഗുണമല്ല, ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ആ പാർട്ടിയോടുള്ള അന്ധമായ അവരേത് മുന്നണിയോടെ നിന്നാലും. അതുകൊണ്ടാണല്ലോ അവരെ കൂടെ കൂട്ടാൻ ഈ CPM എന്തെല്ലാം വേലകൾ കാണിക്കുന്നു. കിട്ടാതെ വരുമ്പോൾ പിന്നെ അവർക്ക് എതിരെയും പറയുന്നു. അതങ്ങനെയാണല്ലോ, കിട്ടിയാൽ മതിരിക്കും, കിട്ടിയില്ലെങ്കിൽ കുളിക്കും, അതേ ഉള്ളൂ അവിടെ. അപ്പോൾ ഇവിടെ പ്രധാനമന്ത്രി തന്നെ ഇതിനകത്ത് ഇടപെടുകയാണ്. ഈ ക്രിസ്ത്യൻ സമുദായത്തിൽ പിന്നെയും വിഷയങ്ങളുണ്ട്. അവരുടെ സുപ്രീം കോടതി വിധി വന്നിട്ട് പോലും പള്ളിയിലെ ആരാധനാ തർക്കം പാത്രിയാർക്കീസും ഒക്കെ ആയിട്ടുള്ള ഓർത്തഡോക്സ് ആ 2 വിഷയങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അവരുടെ 2 വിഭാഗക്കാരുടെയും വിഷയങ്ങളാണ്. അതൊക്കെ പരിഹരിക്കാൻ കേന്ദ്രത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ ഒരു ഇടപെടൽ ഉണ്ടായാൽ പ്രയോജനം ചെയ്യുമെന്ന് ഈ 2 വിഭാഗങ്ങളെയും ബോധ്യപ്പെടുത്തും. അപ്പം അങ്ങനെയുള്ള ഒരു ശ്രമം നടത്തി നോക്കുകയാണ്. അല്ല, അത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന സമുദായം വലിയ രീതിയിൽ തന്നെ ഇപ്പോൾ BJPയുമായി അടുക്കുകയാണ്. അല്ല, സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്നവർക്ക് ആണല്ലോ ഈ ഇൻകം ടാക്സ് ED എന്നുള്ളവരെയൊക്കെ പേടിക്കേണ്ടത്. ഇപ്പം രാവിലെ എഴുന്നേറ്റ് വള്ളത്തിൽ കയറി വിഴിഞ്ഞത്ത് നിന്ന് മത്സ്യം പിടിച്ചുകൊണ്ട് വൈകിട്ട് വന്ന് അവിടെ കിടന്ന് ഏതെങ്കിലും ഒരു വീട്ടിൽ കിടന്ന് ഉറങ്ങുന്ന ഒരു സമുദായത്തിൽപ്പെട്ട ഒരാളിന് ആരെ പേടിക്കണം? ഇൻകം ടാക്സിനെയും പേടിക്കേണ്ട, ഒരു പോലീസിനെയും പേടിക്കേണ്ട, ഒന്നും പേടിക്കേണ്ട. പേടിക്കേണ്ടി വരുന്നത് തന്നെ ആർക്കാ? ഈ മതത്തിൻ്റെ പേരിൽ ചാരിറ്റി സംഘങ്ങളൊക്കെ നടത്തി വിദേശ പണമോ ഇവിടുത്തെ പണമോ വരവിൽ കവിഞ്ഞ സമ്പാദ്യമോ ഉണ്ടായി വകമാറ്റിയോ അല്ലാതെയോ ഒക്കെ ചെയ്യുന്നവരും ഒക്കെ ഇതിനകത്ത് വിഷയമായിട്ട് വരും. ഇപ്പം കാന്താപുരം പോയി പ്രധാനമന്ത്രിയെ കണ്ടതിൽ പോലും ആക്ഷേപമുണ്ട് ആ സമുദായത്തിനകത്ത് നിന്ന് തന്നെ. അത് അദ്ദേഹത്തിനെതിരെ ചില കേസുകൾ വരാൻ പോകുന്നത് കൊണ്ട് രക്ഷപ്പെടാനാണെന്ന് വരെ ഉണ്ട്. ശരിയോ തെറ്റോ നമുക്കറിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും സാമ്പത്തികമായി കൂടി മുന്നിൽ നിൽക്കുന്ന ഒരു സമുദായം എന്നുള്ള നിലയിൽ ആ ഒരു വിഷയവും അവിടെ ചർച്ച ചെയ്യപ്പെടും. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, BJPക്ക് 1, 2, 3 സീറ്റ് കേരളത്തിൽ കിട്ടിയാലും ഭരണമാറ്റം ഉണ്ടാകില്ല. കേരളത്തിലെ ജനങ്ങൾ CPMലും LDFലും NDAയിലും ഒക്കെ വിശ്വസിക്കുന്നവർക്ക് പിണറായി 3.0 അവസാനിപ്പിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ബുദ്ധിപൂർവം ചിന്തിക്കുന്ന വോട്ടർമാർ ഈ ഒരു പ്രാവശ്യത്തേക്ക് ഇതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഈ കാട്ടുതീ വരുമ്പോൾ സർവ്വശത്രുക്കളും കൂടെ ഒന്നാകും. കീരിയും പാമ്പും വരെ കീരിയുടെ പുറത്ത് പാമ്പോ പാമ്പിൻ്റെ പുറത്ത് കീരിയോ കയറി രക്ഷപ്പെടാൻ നോക്കും. അതുപോലെ കേരളത്തിൽ കാട്ടുതീ വന്നിരിക്കുക, വലിയ കാട്ടുതീ വരാൻ പോവുകയാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ എല്ലാ വിഭാഗങ്ങളും എല്ലാം മറന്നുകൊണ്ട് കോൺഗ്രസിനെയും UDFനെയും സഹായിക്കേണ്ട ഒരു സാഹചര്യമാണ്. ആളുകൾ അങ്ങനെ ചെയ്യുമെന്നാണ് UDF വിശ്വസിക്കുന്നത്, കോൺഗ്രസ് വിശ്വസിക്കുന്നത്. അത് കണക്കിലെടുത്താണ് ശ്രീ VD സതീശൻ 100-ലധികം സീറ്റുമായി ഭരണത്തിൽ വരും എന്നെല്ലാം പറയുന്നതിൻ്റെ പിന്നിൽ ഉള്ള രഹസ്യവും അത് തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.